എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാം. ഇത് സ്റ്റാർട്ടറായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ രണ്ട് രീതിയിൽ ഇത് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അത് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇനി വെജിറ്റേറിയൻസിനാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മുട്ടയുടെ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വെള്ളം എടുക്കാവുന്നതാണ്. മുട്ട ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ കായമാണ്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നോക്കാം. ഇനി നമ്മൾ ഈ ഒരു ബാറ്ററിന് നല്ല തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദ അല്ലെന്നുണ്ടെങ്കിൽ കടലമാവ്, ഇതിലേത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം അരിപ്പൊടിയും എടുക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊരു ചെറിയൊരു തിക്കായിട്ടുള്ളൊരു മാവായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട്. ഒരുപാട് ലൂസായി പോകരുത്, ഒരുപാട് കട്ടിയിലും ആകരുത്. ആ ഒരു ഇഡ്ലി മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ നമ്മളിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സൊക്കെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ വെളുത്തുള്ളിപ്പൊടി, ഉള്ളിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും. ഇനി നിങ്ങളുടെ കയ്യിൽ മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഒറിഗാനോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനം നമ്മളിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തത്. അത് എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മളുടെ എടുത്തിരിക്കുന്നത് ഇഡ്ഡലിയാണ്. 7 നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി എടുത്തിട്ടുണ്ട്. ഇഡ്ഡലിക്ക് പകരം നിങ്ങൾക്ക് ബ്രെഡ് ഉണ്ടെങ്കിൽ ബ്രെഡും എടുക്കാവുന്നതാണ്. നമ്മൾ രാവിലെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി ബാക്കി വരുമ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫ്രൈ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ പ്ലേറ്റ് കാലിയാവുന്ന അറിയില്ല. അത്രയ്ക്ക് ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു സ്നാക്കായിരുന്നു ഇത്. ഇഡ്ഡലി ഇഷ്ടമില്ലാത്ത കുട്ടികൾ പോലും ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളും. അപ്പോൾ ഇഡ്ഡലി ഇതുപോലെ ഒരു നീളത്തിൽ അരിഞ്ഞെടുക്കുക. ഒരു ഇഡ്ഡലി ഫിംഗേഴ്സ് പോലെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മളിത് ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇത് ഇഡ്ഡലി ആണെന്നേ പറയില്ല, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബാറ്ററിൽ മുക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇഡ്ഡലി നമ്മളെപ്പോഴും കാണണമെന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ബ്രെഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ബാറ്ററിൽ മുക്കി ഫ്രൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിലെ ഓരോ ഇഡ്ഡലി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ബാറ്റർ ഒരുപാട് തിക്കും അല്ല, ഒരുപാട് ലൂസും അല്ല, ഇതുപോലെ ഇങ്ങനെ കോട്ട് ചെയ്തിരിക്കുന്ന ഒരു പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ മുട്ട കൂടി ചേർത്തിരിക്കുന്ന കാരണം ഈ ഒരു സ്നാക്ക് നമ്മുടെ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കില്ല. നല്ല സ്മൂത്തായിട്ട് നമുക്കിത് തിരിച്ചിടാനൊക്കെ പറ്റും. അപ്പോൾ എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ചായയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാം. ഇത് കഴിച്ച് കഴിയുമ്പോൾ ഇത് ഇഡ്ഡലി ആണെന്നേ പറയില്ല, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ഇഡ്ഡലി കഴിക്കാത്ത കുട്ടികളും ഇഷ്ടത്തോടെ കഴിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വളരെ ഈസിയാണ് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്